കേരള കത്തോലിക്ക മെത്രാൻ സമിതിയിൽ ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ള സാമൂഹ്യക്ഷേമ ജീവകാരുണ്യ വികസന പ്രവർത്തനങ്ങളുടെ എല്ലാം ഉത്തരവാദിത്തമുള്ള ജസ്റ്റിസ് പീസ് ആൻഡ് ഡെവലപ്മെന്റ് കമ്മീഷന്റെ ചെയർമാനാണ് നമ്മുടെ അഭിമന്യ ജോസ് പുളിക്കൽ പിതാവ്. ഈ പിതാവിൻ്റെ തന്നെ രൂപതയിൽ ഇത്തരം മഹനീയമായ കൃത്യങ്ങൾ വർഷങ്ങളായിട്ട് തുടർന്നുകൊണ്ട് പോരുന്നതിൻ്റെ അടുത്ത ഒരു ഘട്ടത്തിലേക്ക് പ്രവേശിക്കുന്നു എന്നുള്ളതാണ് ഇന്നത്തെ ഈ സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്നുള്ള ഈ ഒരു പരിപാടിയിലൂടെ ഇവിടെ പ്രഖ്യാപിക്കപ്പെടുന്നത്. അപ്പോൾ ഇന്ന് പിതാവിൻ്റെ നേതൃത്വത്തിലുള്ള ഇതേ കമ്മീഷൻ തന്നെയാണ് വയനാട്, വിലങ്ങാട് മേഖലകളിൽ ഉരുൾപൊട്ടലിൽ തകർന്നുപോയ കുടുംബങ്ങളെ പുനരുദ്ധരിക്കുന്നതിന് KCBC മുന്നോട്ട് വന്നിട്ടുള്ള 100 ഭവനങ്ങളുടെ നിർമ്മാണം ഉൾപ്പെടെ, അതിപ്പോൾ ഈ വ്യാഴാഴ്ച എൻ്റെ ഭവന നിർമ്മാണ ഉദ്ഘാടനം പോലും നിർവഹിക്കപ്പെടുകയാണ്. എന്ന് മാത്രമല്ല വളരെ വലിയൊരു തുക ഈ രൂപത ആ മെത്രാൻ സമിതിയുടെ ഫണ്ടിലേക്ക് കൈമാറുകയും ചെയ്തിട്ടുണ്ട്. ഈ പ്രവർത്തനങ്ങൾക്കെല്ലാം നേതൃത്വം നൽകുന്ന രൂപതയെയും MDSലേക്കുള്ള ഞങ്ങളുടെ ഓരോ വരവും ഏറെ കാര്യങ്ങൾ പഠിച്ച് അതിനേക്കാൾ ഉപരി വലിയ ചൈതന്യവും പേറിക്കൊണ്ടാണ് ഓരോ പ്രാവശ്യവും MDSലേക്ക് ഞങ്ങൾ വന്ന് തിരിച്ചു പോകുന്നത്. തോമസ് അച്ഛൻ്റെയും ടീമിൻ്റെയും നേതൃത്വത്തിൽ ഞങ്ങൾ കണ്ട് പഠിച്ച് പോകുന്നത്. ഇന്നിവിടെ എനിക്ക് നിർവഹിക്കുവാനായിട്ടുള്ളത് ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ആശ്വാസ് ക്യാൻസർ കെയർ പ്രോഗ്രാം പദ്ധതിയെക്കുറിച്ചുള്ള അത് തുടങ്ങിയിരിക്കുന്നു എന്നുള്ളത് ജനങ്ങളെ അറിയിക്കുക എന്നുള്ളതാണ്. വളരെ അർത്ഥവത്തായ ഈ കാലഘട്ടത്തിൽ വളരെ അർത്ഥവത്തായിട്ട് നിർവഹിക്കേണ്ടതായ ഒരു പുണ്യപ്രവൃത്തി തന്നെയാണ് അതും. പ്രത്യേകിച്ച് ക്യാൻസർ മൂലം വിഷമിക്കുന്ന കർഷക കുടുംബങ്ങളിലേക്ക്, സാമ്പത്തിക ഭദ്രത ഇല്ലാത്ത കുടുംബങ്ങളിലേക്ക് കടന്നു ചെല്ലുവാനായിട്ട് MDSന്റെ തന്നെ നേതൃത്വത്തിൽ റേറെ കൗ കെയർ എ ഹോം എന്നുള്ള ആപ്തവാക്യം മുന്നോട്ട് വെച്ചുകൊണ്ട് 2 ഫാമുകളിലൂടെ 700-ൽ പരം പശുക്കളെ വളർത്തി അതിൻ്റെ ലാഭം, നല്ല സംരംഭങ്ങൾ നാട്ടിലുണ്ടാകുക, സംരംഭങ്ങൾ വിജയപ്രദമായിട്ട് നടപ്പിലാക്കുക, അതിൻ്റെ ലാഭം കൊണ്ട് മറ്റുള്ളവരെ സഹായിക്കുക, പ്രത്യേകിച്ച് അവശരെ സഹായിക്കുക എന്നുള്ള വളരെ മഹനീയമായ ഒരു കർത്തവ്യമാണ് ഇതിലൂടെയും ഈ രൂപത മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഇതിനെല്ലാവിധ ആശംസകൾ നേർന്നുകൊണ്ട് ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് വരുന്ന എല്ലാവർക്കും വലിയ ദൈവാനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ പദ്ധതി ആശ്വാസ് ക്യാൻസർ കെയർ പദ്ധതി തുടങ്ങിയ വിവരം നാട്ടുകാരെ അറിയിച്ചുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി.